ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടം ഇംഗ്ലണ്ടിലെ ഒരു ഗ്രാമത്തിലെ ദരിദ്രനായ ഒരു നെയ്ത്തുകാരനായിരുന്നു സൈലസ് മാർണർ. ജോർജ് എലിയോട്ടിൻ്റെ സൈലസ് മാർണർ എന്ന കൃതിയിലെ നായകനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വലിയ ദൈവവിശ്വാസിയും സ്നേഹവാനുമായിരുന്നു സൈലസ്. പക്ഷേ ഒരു ദിവസം കൊണ്ട് എല്ലാം തകിടം മറിഞ്ഞു. പള്ളിയിലെ ഷെമ്മാസിൻ്റെ പണം മോഷ്ടിക്കപ്പെട്ടു എന്ന ഒരു ആരോപണം സൈലസിൻ്റെ നേർക്കുയർന്നു. അന്വേഷണത്തിൽ സൈലസിന്റെ വീട്ടിൽ നിന്ന് പണം സൂക്ഷിച്ചിരുന്ന സഞ്ചിയും കത്തിയും കണ്ടെത്തിയതോടെ സൈലസ് ആണ് മോഷ്ടാവെന്ന് എല്ലാവരും ഉറപ്പിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ പണം മോഷ്ടിച്ചത് സൈലസിന്റെ സുഹൃത്തായിരുന്ന വില്യമായിരുന്നു. ആരോപണങ്ങൾ ഉയർന്നതോടെ സൈലസിന് വിവാഹം കഴിക്കാനിരുന്ന യുവതി വിവാഹത്തിൽ നിന്ന് പിന്മാറുകയും വില്യമിനെ വിവാഹം കഴിക്കുകയും ചെയ്തു. എന്നാൽ ഇതിലൊന്നും ഒരു പങ്കുമില്ലാതിരുന്ന സൈലസ് മനസ്സ് തകർന്ന് നാട് വിട്ട് മറ്റൊരു ഗ്രാമത്തിൽ ചെന്ന് ഒറ്റപ്പെട്ട് ജീവിച്ചു. അയാൾ ആകെ മാറിപ്പോയിരുന്നു. ദൈവവിശ്വാസവും ആളുകളോടുള്ള ബന്ധവുമെല്ലാം നഷ്ടമായി. അറിയാവുന്ന തൊഴിൽ ചെയ്ത് പണം വീട്ടിൽ കൂട്ടിവെക്കുക എന്നത് മാത്രമായി അയാളുടെ സന്തോഷം. എന്നാൽ ഒരു ദിവസം അയാൾ സൂക്ഷിച്ചിരുന്ന പണമെല്ലാം കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോയി. ഇതോടെ ആകെ തകർന്ന സൈലസ് ആത്മഹത്യ ചെയ്യാൻ പോലും ചിന്തിച്ചു. അയൽക്കാർ പലരും അയാളെ സഹായിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. അങ്ങനെയിരിക്കുന്ന നാളുകളിൽ ഒരു രാത്രി കതകിന് പുറത്ത് ശബ്ദം കേട്ട് വാതിൽ തുറന്നു നോക്കി സൈലസ് കാണുന്നത് ഒരു കൊച്ചു പെൺകുട്ടിയെയാണ്. ആരോരുമില്ലാത്ത അവളെ സൈലസ് തൻ്റെ മകളായി വളർത്തി. സ്വർണ്ണ നിറമുള്ള മുടിയോടുകൂടിയ ആ കുഞ്ഞിനെ എപ്പി എന്ന ഓമനപ്പേരിട്ട് വിളിച്ചു അയാൾ. അവളുടെ സാന്നിധ്യം അയാളെ ആകെ മാറ്റി. എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടുന്ന നല്ലൊരു മനുഷ്യനാക്കി. കുറെ കാലം കഴിഞ്ഞപ്പോൾ അയാളുടെ നഷ്ടമായ പണം കണ്ടെത്താൻ കഴിഞ്ഞു. എന്നാൽ അതിൽ അയാൾക്കൊരു സന്തോഷവും തോന്നിയില്ല. മറിച്ച് എപ്പിയുടെ സാന്നിധ്യമായിരുന്നു അയാളുടെ സന്തോഷം. ചിലരൊക്കെ അങ്ങനെയാണ്. ജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ട് തകർന്നു പോയവർ. അറിഞ്ഞോ അറിയാതെയോ ചില തെറ്റുകൾ ചെയ്യുമ്പോഴും മനസ്സുകൊണ്ട് ചിന്തിക്കുക പോലും ചെയ്യാത്ത തെറ്റുകൾ ആരോപിക്കപ്പെടുമ്പോഴും ഒക്കെ ലോകത്തെ തന്നെ വെറുത്ത് സ്വന്തം ജീവിതം നശിപ്പിക്കുന്നവർ. പക്ഷെ ചിലരുടെ സാന്നിധ്യം അവരെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കും. ആരും എല്ലാം തികഞ്ഞവരൊന്നുമല്ല. കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു എപ്പിയെപ്പോലെ ആകാൻ കഴിയുക എന്നത് എത്ര വലിയ കാര്യമാണ്. നമ്മുടെ ഒരു വാക്കോ സ്നേഹത്തോടെയുള്ള തലോടലോ അല്ലെങ്കിൽ വെറും സാന്നിധ്യമോ ഒക്കെ മതി ചിലരുടെയൊക്കെ ജീവിതം മാറ്റിമറിക്കാൻ എന്നത് മറക്കരുത്. തൻ്റെ പ്രിയന്റെ വേർപാടിൽ വേദനയോടെ കല്ലറയ്ക്കൽ നിന്ന് കരയുന്ന മഗ്നലക്കാരി മറിയയ്ക്ക് ആശ്വാസമായത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമായിരുന്നു. കരയുന്നവർക്കും ഒറ്റപ്പെട്ടവർക്കും വേദനിക്കുന്നവർക്കും മുന്നിൽ സ്നേഹ സാന്നിധ്യമായി മാറുക എന്നാൽ ക്രിസ്തുവാവുക എന്നർത്ഥം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ബലമുള്ള ഭുജമെന്നെ തുണയാകണം.